പ്ലാസ്റ്റിക് പരമായി ചെയ്യുന്ന ഈ മോൾഡുകൾ പൊതുവെ ഈ ടെക്സ്റ്റൈൽ മെഷീനറി എന്ന് പറയുമ്പോൾ ഒത്തിരി നമ്മുടെ ബാക്കിൽ ഇരിക്കുന്ന ഈ പവർ ലൂംസ് ഇതിനൊക്കെ ചെയ്തു കൊടുക്കും. എല്ലാം ഉണ്ട്. ടെക്സ്റ്റൈൽ മെഷീനറിയുടെ എല്ലാ പാർട്സുകളും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു. ടെക്സ്റ്റൈൽ മെഷീനറി പറയുമ്പോൾ എന്തൊക്കെ വരും? പവർ ലൂംസ്, പ്രിന്റിംഗ് മെഷീന്, വാട്ടർ ജെറ്റ്, TFO 241, ടെക്സ്ചറൈസിംഗ് മെഷീൻ, ലൂംസ് മെഷീൻ, ഇതെല്ലാം വീവിങ്ങിൽ അത് പ്ലാസ്റ്റിക് കുറവാണ് വളരെ. പിന്നെ ഈ ഡൈയിനൊക്കെ ഡൈ കഴിഞ്ഞിട്ട് ഈ ഡ്രൈയിങ് മെഷീൻസ് ഒക്കെ ഡ്രൈ തുണികൾ ഡൈ ചെയ്ത് അത് പ്രിന്റിംഗ് അത് വേറെയാണ്, അത് വേറെ യൂണിറ്റാണ്, ഇത് വേറെയാണ്. അത് ഡൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മില്ലില്ലേ ഡൈ മില്ലിങ്, അവിടാണ് ഡൈയിങ് ഉണ്ടാക്കുന്നത്. തുണി ഉണക്കും, ഇങ്ങനെ കളറിങ്ങും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അത് താഴെ ഞങ്ങളുടെ ഫസ്റ്റ് ഭാരത് പ്ലാസ്റ്റിക്കിൽ മോൾഡ് ഉണ്ടാക്കുന്നു, രേവതി പ്ലാസ്റ്റിക്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കും. പിന്നെ ഈ നിങ്ങളുടെ ഈ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? തൊഴിലാളികൾ എത്ര പേരുണ്ട്? ഇപ്പോൾ 19 പേരുണ്ട്, രണ്ട് യൂണിറ്റിലും കൂടെ. അഭിമാനം തോന്നുന്നുണ്ടോ? നേരത്തെ കൂടുതലുണ്ടായിരുന്നു, 35 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ലേബേഴ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ കുറഞ്ഞു പോയി. എങ്കിലും തന്നെ 19 കുടുംബത്തിന് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് ദൈവം തന്ന ഒരു കഴിവാണ്, നമുക്ക് കിട്ടിയത് അവർക്കൂടെ കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തില് ഇതിന് മുൻപരിചയം, ഒരു തൊഴിൽ രീതിയായിട്ട് മുൻപരിചയം ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് അച്ഛനോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ആരെങ്കിലും മുൻപരിചയം ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇന്നത്തെ ഈ നിലയ്ക്ക് നിൽക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ മെഷീൻ ഈ ഇത്രയും ആൾക്കാരും വെച്ചിട്ട് എത്ര സമയം വർക്ക് ചെയ്യും ഒരു ദിവസം? മോർണിംഗ് 8 o'clock ടു ഈവനിങ് 8 o'clock, 12 മണിക്കൂർ. ഫുൾ വർക്ക് ടൈം. വർക്ക് ടൈം അല്ല, 8 hours കഴിഞ്ഞിട്ട് ഓവർ ടൈം ആണ്. ഇവിടെ അത് അങ്ങനെ ഒരു കൾച്ചർ ആയിട്ട് ഇരിക്കുകയാണല്ലേ, 8 hours. ഇപ്പൊ ഈ ഹരിച്ച ഇൻഡസ്ട്രിയൽ സൊസൈറ്റിന്റെ അകത്ത് എത്ര കമ്പനികൾ ഉണ്ടാവും? ഈ സൊസൈറ്റിക്ക് അത് കുറഞ്ഞത് 10-200 ഫാക്ടറി. ഇങ്ങനത്തെ ഇതൊരു ചെറിയ കോമ്പൗണ്ടാണ്, ഇതിനകത്ത് 10-200 അല്ല, 200 കൂടുതലുണ്ട്. 200 കൂടുതലുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഇങ്ങനത്തെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആനുകൂല്യം ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല. ഈ ചെറിയ സ്മോൾ സ്കെയിലിൽ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഡിപ്പെൻഡ് ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെടുന്നു, ജോലി ചെയ്യുന്നു. ഗവൺമെൻറ് അങ്ങനെയുള്ള ആനുകൂല്യമൊന്നും ഞങ്ങൾക്കില്ല. സ്മോൾ സ്കെയിലിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനുള്ള ആനുകൂല്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഗവൺമെന്റ് വളരെ സപ്പോർട്ടീവാണ് എന്നാണ്. സപ്പോർട്ടാണ്, അത് ഔട്ട് സ്റ്റേറ്റിലാണ്, ഔട്ട് സെൻട്രലാണ്, സിറ്റി വിട്ടിട്ടൊക്കെ സപ്പോർട്ടാണ്. യൂണിയൻ ടെറിട്ടറി ഏരിയയിലൊക്കെ അവർക്ക് സപ്പോർട്ടുണ്ട്. ഈ ചെറിയ വ്യവസായ ഇല്ല, അവർക്കൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് എങ്ങനത്തെ ഗവൺമെന്റ് ആണ്? ഗുജറാത്ത് ഗവൺമെന്റ് ഗുഡ്. കേരള ഗവൺമെന്റ് എങ്ങനത്തെ? അതായത് ഞാൻ 1986 സൂറത്തിൽ വരുന്നത്. ഇന്നിപ്പോൾ 24 ഇയേഴ്സായി. ഞാൻ സൂറത്തിൽ വരുന്ന ഞാൻ അന്ന് എനിക്ക് സൈക്കിളില്ലായിരുന്നു. നടന്നു വരുന്ന വഴി വെറും 10 ഫുട്ട് വഴിയായിരുന്നു, 10 അടി വഴിയായിരുന്നു. ഇന്ന് ആ റോഡ് 200 അടി ഉള്ള വീടുകളാണ്, റോഡുകളാണ്. അങ്ങനെയുള്ള അത് സൂറത്ത് സിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഡെവലപ്പാണ്. അതേസമയം ഞാൻ ജനിച്ചു വളർന്ന നാട് പുലിയൂർ. ഞാൻ ചെങ്ങന്നൂർ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ച അതേ സിറ്റുവേഷനാണ്. സ്കൂളിൽ പഠിച്ച ആ ടൈമിലുള്ള സിറ്റുവേഷനാണ് ഞങ്ങളുടെ ചെങ്ങന്നൂർ ടൗൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴും. ഞങ്ങളുടെ ചെങ്ങന്നൂർ ടൗൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരറിയാവുന്ന സിറ്റി, ഒരു ടൗണാണ്. ഇപ്പോഴും അതേ സിറ്റുവേഷനാണ്. അതുപോലെ വളർന്നിട്ടില്ല. അതുപോലെ നമ്മുടെ കേരളത്തിൽ എവിടെ ചെന്നാലും, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ചെന്നു, ഇപ്പോൾ കൊച്ചി പിന്നെ പോട്ടെ, അല്ലാതെ മറ്റുള്ള സ്ഥലത്ത് ചെന്നാലും സെയിം മെത്തേഡാണ്. അല്ലാതെ യാതൊരു പോട്ടെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഔട്ട് സ്റ്റേറ്റിലുള്ള ആൾക്കാരെ കണ്ടമാനം മിക്സാണ്, ഡെവലപ്പാണ്. സെയിം വലിയ ഇല്ലെന്നല്ല. സ്കൂൾ കാലം എന്ന് പറയുമ്പോൾ ബാക്ക് 50 years അവിടെ പോയി. ഇനി അതേ സാഹചര്യം അല്ലെങ്കിൽ അതേ സിറ്റുവേഷൻ ആണ് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ കേരളത്തില് ഇങ്ങനത്തെ തൊഴിൽപരമായിട്ട് എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട്? അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പാർട്സ് ഈ പാർട്സ് കേരളത്തിൽ ഇല്ല എങ്കിലും ഉണ്ട്. നമ്മുടെ കേരളം തൊട്ട് തമിഴ്നാട്, കോയമ്പത്തൂർ, ഇങ്ങനെയുള്ള ബാംഗ്ലൂർ. ഇപ്പൊ നിങ്ങൾക്ക് ലേബേഴ്സ് എല്ലാം ഗുജറാത്തികളാണോ അല്ല മലയാളീസ് ആണോ? അല്ല, ഗുജറാത്തികൾ ജോലിക്ക് വരില്ലല്ലോ പൊതുവെ. അല്ല, എങ്കിലും ഞങ്ങളുടെ ഔട്ട്സൈഡ് സിറ്റി വിട്ടിട്ട് അവിടെ ഗുജറാത്തികളുണ്ടല്ലോ, ഗാവുകാർ, അവർ ചില ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ ഉത്തർപ്രദേശുകാരുണ്ട്, കേരളത്തിലുള്ള ഒരാളുണ്ട്, ഒറീസ ബീഹാറി ഒരാളുണ്ട്. അങ്ങനെ എല്ലാവരുടെ മിക്സ്, മഹാരാഷ്ട്രക്കാരുണ്ട്. അങ്ങനെ മിക്സ് ചെയ്താണ് 10-20 പേരുള്ളത്. മലയാളികൾ വളരെ കുറവാണ്. മലയാളികൾ വളരെ കുറവാണ്, പൊതുവെ നിൽക്കത്തില്ല. നിന്നാലും 1-2 വർഷം കഴിഞ്ഞ് അവർ പിന്നെ അവരുടെ ലൈൻ അനുസരിച്ച് അവർ വരും. നമുക്ക് അവരെ ആരെയും കുറ്റം പറയാൻ പറ്റും. ഞാനും അങ്ങനെ പറഞ്ഞ, പിന്നെ നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമൊന്നും അത് അത്രയേ ഉള്ളൂ. ഓൺ ദി സ്പോട്ടിൽ. പിന്നെ നിങ്ങൾ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഭാരത് പ്ലാസ്റ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് തുടങ്ങുന്ന കാലത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എവിടെ നിന്നാണ് നിങ്ങൾ ഒപ്പിച്ചെടുത്തത്? ഇൻവെസ്റ്റ്മെന്റ് കരുതി അങ്ങനെയൊന്നുമില്ല, ഓൺ ദി സ്പോട്ടിലാണ് ഇതൊക്കെ ചെയ്ത്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ഹെൽപ്പ് ചെയ്തു, എൻ്റെ ഫാദർ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പോഴും ഉണ്ട്, നാട്ടിലാണ്. അവർ രണ്ടുപേരും വീട്ടിൽ തനിച്ചേ ഉള്ളൂ. ഇല്ല, അങ്ങനൊന്നുമില്ല. അച്ഛൻ റിട്ടയർഡായി. ഇപ്പോൾ അച്ഛനൊക്കെ പ്രായമായി, 78 years. ഞങ്ങൾ എല്ലാ വർഷവും വെക്കേഷൻ ടൈമിന് പോകും. വൈഫിൻ്റെ വീട് ഞങ്ങളുടെ അവിടെ നിന്ന് മാവേലിക്കര എന്ന് പറയും, അവിടെയാണ്. എല്ലായിടും. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്താള് 13 വയസ്സ്, അവളെ 7ൽ പഠിക്കുന്നു. അവളാണ് രേവതി, മൂത്താള്. ഇളയവള് ലക്ഷ്മി, അവള് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രേവതി, ലക്ഷ്മി രണ്ടുപേരും കൂടി അച്ഛനെ കുഴപ്പമില്ല, നല്ല